എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്ന എൻ്റെ ചാനലിലേക്ക്. ഞാനിന്നിവിടെ കാണിക്കുന്നത് പനീർ ബട്ടർ മസാലയാണ്. അത് ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെയല്ല, ഒരു വെറൈറ്റി സ്റ്റൈലിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ റെസിപ്പി നിങ്ങൾ ഫുള്ളായി കാണണം, മിസ്സാക്കരുത്. നല്ല റെസിപ്പിയാണിത്. യൂട്യൂബിൽ തന്നെ ഇങ്ങനെ റെസിപ്പി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വളരെ ടേസ്റ്റിയുള്ള റെസിപ്പിയാണിത്. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അതിനാവശ്യമുള്ള സാധനങ്ങളാണിത്. ഇത്രയും ടേസ്റ്റുള്ള ഒരു ബട്ടർ പനീർ മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചിയും ക്രഷ് ചെയ്തെടുത്തതാണ്. 2 ടേബിൾ സ്പൂണോളം ഉണ്ടത്. പച്ചമുളകും എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും ക്രഷ് ചെയ്തതും 3 പച്ചമുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം ഒന്ന് മാറി കിട്ടണം. അതുവരെ വഴറ്റി കൊടുക്കുക. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ ക്രഷ് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചതാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും ക്രഷ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുന്ന വിധവും പേസ്റ്റാക്കി സൂക്ഷിച്ച് വെക്കുന്ന വിധമൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം. അത് നല്ല യൂസ്ഫുള്ളായ ഒരു വീഡിയോ തന്നെയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 സവാള അരിഞ്ഞത്. അതായത് ഉള്ളി അത്ര ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല, ചെറുപ്പായിട്ട് തന്നെ അരിഞ്ഞതാണ്. എന്തായാലും ഇത് പനീർ മസാല ഉണ്ടാക്കുമ്പോൾ അത് അരച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് അത്ര റഫായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നല്ലതുപോലെ ഇനി വഴറ്റിയെടുക്കണം. നല്ലതുപോലെ വഴന്ന് വരുമ്പോഴേക്കും 2 തക്കാളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് തോല് കളഞ്ഞിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. തക്കാളിയുടെ തോല് ഞാൻ ഇതിൽ ചേർക്കുന്നില്ല, അത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. തക്കാളി ഇവിടെ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. 2 വലിയ സൈസ് തക്കാളി തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. വലിയതല്ലെങ്കിൽ ചെറുത് 3 നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഉള്ളി നല്ലതുപോലെ വഴന്ന് വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇപ്പോഴൊക്കെ ചൂട് തീ വളരെ ചെറിയ തീ ആക്കി വെക്കണം. തീ കൂട്ടി കൊടുക്കാൻ പാടില്ല, പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിയാണ് നല്ലത്, എന്നാൽ കറിക്ക് കുറച്ച് നല്ല കളർ കിട്ടും. ഈ മുളക് പൊടി ഞാൻ 2 മുളകും വെച്ച് പൊടിപ്പിച്ചതാണ്. കായ്മുളകും കാശ്മീരി മുളകും വെച്ച് പൊടിപ്പിച്ചതാണ്. കുറച്ച് കളർ കുറവ്. അത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് തോല് കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തക്കാളിയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. വലിയ തക്കാളി ആയതുകൊണ്ട് 2 എടുത്തത്. ചെറിയ തക്കാളിയാണെങ്കിൽ 3 എടുക്കേണ്ടി വരും. ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. തക്കാളി നല്ലതുപോലെ വഴന്ന് വരുന്നതിന് മുന്നേ തന്നെ ഇതിലേക്ക് ഞാൻ ഒരു 50 ഗ്രാമോളം കുമ്പളങ്ങ, മഞ്ഞ കുമ്പളങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മത്തങ്ങ തൊലി കളഞ്ഞ് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേർങ്ങനെയാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതായത് തക്കാളിയുടെ കൂടെ തന്നെ വെന്ത് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ മത്തങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറി നല്ലൊരു കൊഴുപ്പും ഉണ്ടാകും, ടേസ്റ്റും വളരെ നല്ലൊരു ടേസ്റ്റുമായിട്ട് മാറി വരുന്നുണ്ട്. അത് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇത് ചേർക്കുന്നത് കൊണ്ട് കൂടുതലായി ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ മത്തങ്ങ ചേർക്കുമ്പം കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മത്തങ്ങ ഇവിടെ ചേർക്കുന്നത്. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. മത്തങ്ങ ചേർത്തിട്ട് ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പും എരിവും ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുക്കായി വരണം. മത്തങ്ങയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ ഒന്ന് കുക്കായിട്ട് വരണം. ഇവിടെ ഏകദേശം ഇത് വെന്ത് വന്നിട്ടുണ്ട്. മത്തങ്ങയൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ആറാൻ വെക്കണം. നല്ല ആറിയതിന് ശേഷമാണ് ഇത് മിക്സിയിൽ അരച്ചെടുക്കേണ്ടത്.
അതിന് വേണ്ടി ഇത് മാറ്റി വെക്കാം. ഉള്ളിക്കൊക്കെ ഇപ്പോൾ നാട്ടിൽ വളരെ വില കൂടുതലല്ലേ, അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് വളരെ യൂസ്ഫുള്ളാണ്. ഈ മെത്തേഡ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു മെത്തേഡ് തന്നെയാണിത്. അത് തണുക്കുമ്പോഴേക്കും ബാക്കിയുള്ളതെല്ലാം ഒരുക്കി വയ്ക്കാം. ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. ആ ക്യൂബ് ഞാനൊന്ന് പകുതിക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാക്കിൽ കിട്ടുന്നതിൽ നിന്നൊന്ന് പകുതിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ എന്താ വെച്ചാൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ആവശ്യമാണ്. പിന്നെ 50 ഗ്രാം അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് മുന്നേ 2 മണിക്കൂറോളം ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് അരച്ചെടുക്കുന്നതാണ്. 50 ml കുക്കിംഗ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട് ഞാനിതിലേക്ക്. കുക്കിംഗ് ക്രീം ഇതിൽ നിർബന്ധമുള്ളതല്ല, വേണ്ടിക്ക് മാത്രം ചേർത്താൽ മതി. ബട്ടറും അണ്ടിപ്പരിപ്പ് അരച്ചതൊക്കെ ചേർത്ത് കൊടുത്താൽ തന്നെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. വഴറ്റി വെച്ച മിക്സ് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അതിന് ഒരു മിക്സി ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ അരച്ചെടുത്താൽ മതി. നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം. ഇനി ആ സെയിം പാൻ തന്നെ കഴുകാതെ ചൂടാക്കി അതിലേക്ക് അരച്ചെടുത്ത ആ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കണം. നമ്മൾ എടുത്ത് വെച്ച ബട്ടറിൻ്റെ അകത്തു നിന്ന് പകുതി ഭാഗം ചേർത്ത് കൊടുക്കണം. 100 ഗ്രാം ബട്ടറിൻ്റെ ഒരു ഭാഗമാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 25 ഗ്രാമോളം വരും. ബട്ടർ ചേർത്ത് കൊടുത്ത് അതിൻ്റെ അകത്തേക്കാണ് ക്രീം ഒഴിച്ചു ഇത് അരച്ച് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതിൽ വെള്ളമൊന്നും ഇപ്പോൾ ചേർക്കാൻ പാടില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് മുഴുവനായിട്ട് പുറത്തേക്ക് തെറിച്ച് പോകും. ഇത് ചെറിയ തീയിൽ വെച്ച് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതിൽ നിന്ന് എണ്ണ വിട്ട് വരും, അതുവരെ വഴറ്റിയെടുക്കണം. എന്നാലാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുക. ഇപ്പോൾ ഇവിടെ ഇത് നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം ഞങ്ങൾ അരച്ച് വെച്ച മിക്സിയില്ലേ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സി അയഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ പച്ചവെള്ളം യൂസ് ചെയ്യുന്നില്ല. ചൂടാക്കി വെച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മിക്സി അയാനുള്ള ചൂടുവെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് 200 ഗ്രാം പനീർ കട്ട് ചെയ്ത് വെച്ച പനീർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നല്ലതുപോലെ അതിൽ നിന്ന് വഴറ്റിയെടുക്കണം. പനീറിന് ആ മസാലയുടെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കണം. അതുവരെ വഴറ്റി കൊടുക്കാം. പനീർ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്ത് ചേർക്കുന്നില്ല. ഒന്നത് ബട്ടറും ഓയിലൊക്കെ എക്സ്ട്രാ ചേർക്കുന്നത് കൊണ്ട് പനീറും ഫ്രൈ ചെയ്യുമ്പോൾ വീണ്ടും ഓയിൽ ഇതിനകത്ത് കൂടുതലായി ചേരും. അതുകൊണ്ട് ഞാൻ ഓയിൽ കുറക്കേണ്ടത് കൊണ്ടാണ് പനീർ ഫ്രൈ ചെയ്ത് ചേർക്കാതിരുന്നത്. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പനീർ ഫ്രൈ ചെയ്ത് ചേർക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ പനീറിന് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ സമയമാണ് ഞാൻ വെള്ളം ചേർത്തത്. അതും ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കരുത്. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കണം. കുറച്ച് വെള്ളം ഞാൻ മാറ്റി വയ്ക്കുകയാണ്, അപ്പോൾ പിന്നെയും ഉപയോഗിക്കാനുള്ളതാണ്. ഇനി ഇത് നല്ലതുപോലെ തന്നെ തിളക്കണം. അപ്പോൾ തിള വരുമ്പോൾ ഇനി ഇത് വെള്ളം ചേർത്തത് കാരണം എന്തായാലും പുറത്തേക്ക് തെറിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇത്ര നേരം ഇതിലേക്ക് ഞാൻ വെള്ളം ചേർക്കാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇത് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം. ഇത് ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. ഇത് കറി നല്ലതുപോലെ തിളച്ച് പുറത്തേക്ക് തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നല്ലപോലെ ശ്രദ്ധിക്കണം. കൈക്കൊന്നും അതിൻ്റെ തെറിച്ച് കൈക്കൊന്നും പൊള്ളലേൽക്കാതെ നോക്കണം. കറി നല്ലോണം തെറിച്ച് പുറത്തേക്ക് തന്നെ തെറിച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് അരിച്ച് വെച്ച് ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ കുതിർത്ത് വെച്ച 50 ഗ്രാം അണ്ടിപ്പരിപ്പ് മിക്സിയിൽ നല്ലതുപോലെ അരച്ച് പേസ്റ്റ് പോലെയാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയം തീ ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ തിള കൈക്കൊന്നും ഒന്ന് തെറിക്കാതിരിക്കാൻ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അണ്ടിപ്പരിപ്പിൻ്റെ ആ മിക്സിയിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ച ചൂടുവെള്ളത്തിൻ്റെ ബാക്കി കൂടി ചേർത്തിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അണ്ടിപ്പരിപ്പ് ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കി ഈ സമയം ഉപ്പ് വേണ്ടുന്നത് ചേർത്ത് കൊടുക്കണം. ഇതിന് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അതിൽ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട്
ഒരു 2-3 മിനിറ്റ് തിളക്കാൻ വെക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ്. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് പഞ്ചസാര ചേർക്കുമ്പോഴേക്ക് തന്നെ കറിയുടെ ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടാകും. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ്. 2 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് നിരടിയിട്ട് ഇതിൻ്റെ അകത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ചേർത്ത് കൊടുത്ത് കസൂരി മേത്തി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലാണ് ശരിക്കും ബട്ടർ പനീർ മസാലയുടെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഇതിന് കിട്ടുന്നത് കസൂരി മേത്തി കൂടി ആഡ് ചെയ്യുമ്പോഴാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കസൂരി മേത്തി കൂടുതലായാൽ ടേസ്റ്റിന് ഒരു വ്യത്യാസത്തിന് ടേസ്റ്റ് കൂടുകയുള്ളൂ. ഒന്നാമത് ഉലുവയുടെ ഇലയല്ലേ, മറ്റൊന്നുമല്ലല്ലോ. ഇനി ഇതിലേക്ക് ഞാൻ 50 ml ക്രീമാണ്, കുക്കിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് 100 ml പാക്കറ്റാണ്. അതിൻ്റെ പകുതിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് ഒഴിച്ചതിന് ശേഷവും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ബട്ടർ പനീറിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിട്ടുള്ളത് ബട്ടർ പനീർ മസാല ഉണ്ടാക്കുന്നതിൻ്റെ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ബാക്കി വന്ന ബട്ടറിൻ്റെ പീസാണ്. അതായത് 25 ഗ്രാം ബട്ടറാണ്. അതിൽ നിന്ന് പകുതി ഞാൻ നേരത്തെ ഉള്ളി വഴറ്റിയതിൻ്റെ പേസ്റ്റ് ഇടുമ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ആകെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തത് 25 ഗ്രാമോളം ബട്ടറാണ്. അത് ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ ടേസ്റ്റുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. ഇതുപോലെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വിശദമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ക്രീമും ബട്ടറും ചേർത്തതിന് ശേഷം കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തീ ഓഫ് ചെയ്യാം. ബട്ടർ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നത് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടണം. പിന്നെ ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും കുബൂസിനും നാനിനുമൊക്കെ ബട്ടർ നാനിനുമൊക്കെ നല്ല കോമ്പിനേഷനുള്ള ഒരു കറിയാണിത്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ കണ്ടിട്ട് ഇതിൻ്റെ റെസിപ്പി ഫോളോ ചെയ്ത് നോക്കുക. ഇത് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റെസിപ്പിയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എന്തായാലും ഫുള്ളായിട്ട് കണ്ടിട്ട് ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.